ഹായ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പ്ലൂട്ടോയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് നോക്കുന്നത് നമ്മുടെ കറണ്ട് അഫയേഴ്സ് സീരീസാണ്. 30 ചോദ്യങ്ങളാണ് നമ്മൾ എന്നും നോക്കുന്നത്. അതേപോലെ തന്നെ ഈ ഒരു വീഡിയോയിൽ എന്താണ് നമ്മൾ 30 ചോദ്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യാം, നമ്മുടെ ടൈമുകളായ നമ്മുടെ ചോദ്യങ്ങൾ നമുക്ക് നോക്കാം. അപ്പോൾ ഒന്നാമത്തെ ചോദ്യമാണ്, 2025 ജൂലൈയിൽ കമ്മീഷൻ ചെയ്ത നാവികസേനയുടെ പുതിയ യുദ്ധക്കപ്പൽ ഏതാണ്? INS തമാലാണ്. അപ്പോൾ നമ്മുടെ 2025 ജൂലൈ മാസത്തിൽ കമ്മീഷൻ ചെയ്ത നാവികസേനയുടെ പുതിയ യുദ്ധക്കപ്പൽ ഏത്? INS തമാൽ. അടുത്ത ചോദ്യം, ആണവ കേന്ദ്രങ്ങളിൽ US നടത്തിയ ആക്രമണത്തിന് തിരിച്ചടിയായി ഇറാൻ പശ്ചിമേഷ്യയിലെ US താവളങ്ങൾ ലക്ഷ്യമിട്ട് നടത്തുന്ന ഓപ്പറേഷൻ ബഷാറത്ത് അൽഫത്തയാണ്. അപ്പോൾ ആണവ കേന്ദ്രങ്ങളിൽ അമേരിക്ക നടത്തിയ ആക്രമണത്തിന് പ്രത്യാക്രമണമായി ഇറാൻ പശ്ചിമേഷ്യയിലെ US താവളങ്ങൾ ലക്ഷ്യമിട്ട് നടത്തുന്ന ഓപ്പറേഷൻ ഏത് ഓപ്പറേഷനാണ്? ഓപ്പറേഷൻ ബഷാറത്ത് അൽഫത്തയാണ്. അടുത്ത ചോദ്യം, മൂന്നാമത്തെ ചോദ്യമാണ്, 2025 ജൂൺ മാസത്തിലെ ICC ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ വിജയികളായത് ദക്ഷിണാഫ്രിക്കയാണ്. അപ്പോൾ 2025 ജൂൺ മാസത്തിൽ ICC ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ വിജയികളായത് ആരാണ്? അത് ദക്ഷിണാഫ്രിക്കയാണ്. ഇപ്പോൾ 2025 ജൂൺ മാസത്തിൽ ICC ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ വിജയികളായത് ദക്ഷിണാഫ്രിക്ക. നാലാമത്തെ ചോദ്യം, ലണ്ടനിൽ നടന്ന ഇന്ത്യ ഗ്ലോബൽ ഫോറം 2025 പ്രഥമ IGF ആർച്ചർ ആമിഷ് സ്റ്റോറി ടെല്ലേഴ്സ് അവാർഡിന് അർഹയായത് ശാലിനി മുള്ളിക്കാണ്. അപ്പോൾ ലണ്ടനിൽ നടന്ന ഇന്ത്യ ഗ്ലോബൽ ഫോറം 2025 പ്രഥമ IGF ആർച്ചർ ആമിഷ് സ്റ്റോറി ടെല്ലേഴ്സ് അവാർഡിന് അർഹയായ വ്യക്തി ശാലിനി മുള്ളിക്കാണ്. അപ്പോൾ ലണ്ടനിൽ നടന്ന ഇന്ത്യ ഗ്ലോബൽ ഫോറം 2025 പ്രഥമ IGF ആർച്ചർ ആമിഷ് സ്റ്റോറി ടെല്ലേഴ്സ് അവാർഡിന് അർഹയായത് ആരാണ്? ശാലിനി മുള്ളിക്കാണ്. അഞ്ചാമത്തെ ചോദ്യം, ജലക്ഷാമമുള്ള പ്രദേശങ്ങളിൽ ടാങ്കറുകളിൽ കുടിവെള്ളം എത്തിക്കുന്നതിലെ അമിത നിരക്കും മറിച്ച് വിൽപ്പനയും തടയുവാൻ ലക്ഷ്യമിട്ടിട്ടുള്ള പദ്ധതി അത് സുജലം സുലഭമാണ്. അപ്പോൾ ജലക്ഷാമമുള്ള പ്രദേശങ്ങളിൽ ടാങ്കറുകളിൽ കുടിവെള്ളം എത്തിക്കുന്നതിലെ അമിത നിരക്ക്, പിന്നെ അതേപോലെ തന്നെ അത് മറിച്ച് വിൽപ്പനയും തടയാൻ ലക്ഷ്യമിട്ടിട്ടുള്ള പദ്ധതി ഏത്? സുജലം സുലഭം. ഇതാണ് സുജലം സുലഭമാണ്. ആറാമത്തെ ചോദ്യം, 2025 നടന്ന പ്രഥമ ഖോ ലോകകപ്പിൽ ഇടം നേടിയ മലയാളി B നിഖിലാണ്. 2025 നടന്ന പ്രഥമ ഖോ ലോകകപ്പിൽ ഇടം നേടിയ മലയാളി ആരാണ്? B നിഖിലാണ്. B നിഖിലാണ് 2025 നടന്ന പ്രഥമ ഖോ ലോകകപ്പിൽ ഇടം നേടിയ മലയാളി. ഏഴാമത്തെ ചോദ്യം, അനിൽ അംബാനിയുടെ ഉടമസ്ഥതയിലുള്ള റിലയൻസ് ഇൻഫ്രാസ്ട്രക്ചറുമായി സഹകരിച്ച് ഫ്രാൻസിലെ ദസോ ഏവിയേഷൻ ഇന്ത്യയിൽ നിർമ്മിക്കുന്നതിന് ധാരണയായ ബിസിനസ് ജെറ്റുകൾ ഏതാണ്? ഫാൽക്കൺ 2000 സീരീസാണ്. അപ്പോൾ അനിൽ അംബാനിയുടെ ഉടമസ്ഥതയിലുള്ള റിലയൻസ് ഇൻഫ്രാസ്ട്രക്ചറുമായിട്ട് സഹകരിച്ചിട്ട് ഫ്രാൻസിലെ ദസോ ഏവിയേഷൻ ഇവരുമായിട്ട് ഇന്ത്യയിൽ നിർമ്മിക്കുന്നതിന് ധാരണയായ ബിസിനസ് ജെറ്റുകൾ ഏത് സീരീസിലുള്ളതാണ്? ഫാൽക്കൺ 2000 സീരീസിൽ ഉള്ളതാണ്. അടുത്ത്, ഇറാൻ ആക്രമണം പ്രതിരോധിക്കുവാൻ ഇസ്രായേൽ വികസിപ്പിച്ച പുതിയ മിസൈൽ പ്രതിരോധ സംവിധാനം ഏത്? അപ്പോൾ ഇറാനും ഇസ്രായേലുമായിട്ട് ആക്രമണത്തിലാണെന്നറിയാം. അപ്പോൾ ഇറാൻ്റെ ആക്രമണം പ്രതിരോധിക്കാനായിട്ട് ഇസ്രായേൽ വികസിപ്പിച്ച പുതിയ മിസൈൽ പ്രതിരോധ സംവിധാനം ഏതാണ്? ലൈറ്റ്നിങ് ഷീൽഡാണ്. അപ്പോൾ ഇറാൻ്റെ ആക്രമണം പ്രതിരോധിക്കാനായിട്ട് ഇസ്രായേൽ വികസിപ്പിച്ച പുതിയ മിസൈൽ പ്രതിരോധ സംവിധാനം അത് ലൈറ്റ്നിങ് ഷീൽഡാണ്. അടുത്ത 9ാമത്തെ ചോദ്യം, അടുത്തിടെ ശക്തമായ സ്ഫോടനമുണ്ടായ സിഗാച്ചി ഫാർമ കമ്പനി സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏത്? തെലങ്കാനയാണ്. അപ്പോൾ അടുത്തിടെ ശക്തമായ സ്ഫോടനമുണ്ടായ സിഗാച്ചി ഫാർമ കമ്പനി സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? അത് നമ്മുടെ തെലങ്കാനയിലാണ്. അപ്പോൾ തെലങ്കാനയിൽ വലിയൊരു സ്ഫോടനമുണ്ടായ സിഗാച്ചി ഫാർമ എന്ന് പറഞ്ഞ കമ്പനിയിൽ അതാണ് നമ്മുടെ ചോദ്യമായിട്ട് വന്നത്. അടുത്ത 10ാമത്തെ ചോദ്യം, ലോകാരോഗ്യ സംഘടന മലേറിയ മുക്തമായി പ്രഖ്യാപിച്ച ആമസോൺ മേഖലയിലെ ആദ്യ രാജ്യം
അത് സുരിനാമാണ്. അപ്പോൾ ലോകാരോഗ്യ സംഘടന മലേറിയ മുക്തമായി പ്രഖ്യാപിച്ച ആമസോൺ മേഖലയിലെ ആദ്യ രാജ്യമേത്? അത് സുരിനാമാണ്. ഒന്നുകൂടി, ലോകാരോഗ്യ സംഘടന മലേറിയ മുക്തമായി പ്രഖ്യാപിച്ച ആമസോൺ മേഖലയിലെ ആദ്യ രാജ്യമേതാണ്? അത് സുരിനാമാണ്. 11ാമത്തെ ചോദ്യം, ദരിദ്രരായ സ്ത്രീകൾക്ക് പ്രതിമാസം 2500 രൂപ ധനസഹായം നൽകുന്നതിന് ലക്ഷ്യമിട്ടിട്ടുള്ള മഹിളാ സമൃദ്ധി യോജന ആരംഭിച്ച സംസ്ഥാനമേത്? എവിടെയാണ്? നമ്മുടെ ഡൽഹിയിലാണ്. അപ്പോൾ നമ്മുടെ ദരിദ്രരായ സ്ത്രീകൾക്ക് പ്രതിമാസം 2500 രൂപ ധനസഹായം നൽകുന്നതിന് ലക്ഷ്യമിട്ടിട്ടുള്ള മഹിളാ സമൃദ്ധി യോജന ഏത് സംസ്ഥാനത്തിൽ ആരംഭിച്ചു? നമ്മുടെ ഡൽഹിയിലാണ് ആരംഭിച്ചത്. അടുത്ത് 12ാമത്തെ ചോദ്യമാണ്, ഹരിതഗൃഹവാതകങ്ങളും ആഗോള ജലചക്രവും നിരീക്ഷിക്കുന്നതിന് വികസിപ്പിച്ചെടുത്ത ഉപഗ്രഹമായ ഗോസാറ്റ് GW വിക്ഷേപിച്ച രാജ്യമേത്? അത് നമ്മുടെ ജപ്പാനാണ്. അപ്പോൾ ഹരിതഗൃഹവാതകങ്ങളും ആഗോള ജലചക്രവും നിരീക്ഷിക്കുന്നതിന് വികസിപ്പിച്ച ഉപഗ്രഹം ഏതാണ്? ഗോസാറ്റ് GW. അപ്പോൾ ഗോസാറ്റ് GW വിക്ഷേപിച്ച രാജ്യം ഏതാണ്? നമ്മുടെ ജപ്പാനാണ്. അപ്പോൾ ഗോസാറ്റ് GW വിക്ഷേപിച്ച രാജ്യം ജപ്പാനാണ്. ഗോസാറ്റ് GW എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഹരിതഗൃഹവാതകങ്ങളും ആഗോള ജലചക്രവും നിരീക്ഷിക്കുന്നതിനാണ്. ചോദ്യം ഒന്നുകൂടി, ഹരിതഗൃഹവാതകങ്ങളും ആഗോള ജലചക്രവും നിരീക്ഷിക്കുന്നതിന് വികസിപ്പിച്ച ഉപഗ്രഹമാണ് ഗോസാറ്റ് GW. ഇതേത് രാജ്യത്തെ ഉപഗ്രഹമാണ്? ജപ്പാൻ്റെ ഉപഗ്രഹമാണ്. അടുത്ത 13ാമത്തെ ചോദ്യം, ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ആധുനിക ഡ്രോൺ. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ആധുനിക ഡ്രോൺ ഏതാണ്? അത് രുദ്രാസ്ത്രയാണ്. അപ്പോൾ ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ആധുനിക ഡ്രോൺ ഏതാണ്? അത് രുദ്രാസ്ത്രയാണ്. 14ാമത്തെ ചോദ്യമാണ്, 2025 നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ, നമ്മുടെ നാറ്റോ. അപ്പോൾ 2025 നാറ്റോ ഉച്ചകോടിക്ക് വേദിയായത് നെതർലൻഡിൻ്റെ ഹേഗിലാണ്. അപ്പോൾ 2025 നാറ്റോ ഉച്ചകോടിക്ക് വേദിയായത് എവിടെയാണ്? നെതർലൻഡിലെ ഹേഗിലാണ്. 2025 നാറ്റോ ഉച്ചകോടിയുടെ വേദി എവിടെയാണ്? നെതർലൻഡിലെ ഹേഗ്. അടുത്ത് 15ാമത്തെ ചോദ്യമാണ്, ഏതൊക്കെ 2 മന്ത്രാലയങ്ങളാണ് നമസ്തേ പദ്ധതി സംയുക്തമായി ആരംഭിച്ചത്? അപ്പോൾ ഏതൊക്കെ 2 മന്ത്രാലയങ്ങളാണ് നമസ്തേ പദ്ധതി എന്ന് പറയുന്ന പദ്ധതി ആരംഭിച്ചത്? ഏതൊക്കെയാണ്? സാമൂഹിക നീതി ശാക്തീകരണ മന്ത്രാലയവും ഭവന നഗരകാര്യ മന്ത്രാലയവും കൂടി സംയുക്തമായിട്ട് ആരംഭിച്ച പദ്ധതി നമസ്തേ പദ്ധതിയാണ്. അപ്പോൾ നമുക്ക് ചോദ്യം ഇങ്ങനെ പറയാം, സാമൂഹിക നീതി ശാക്തീകരണ മന്ത്രാലയവും ഭവന നഗരകാര്യ മന്ത്രാലയവും സംയുക്തമായി ആരംഭിച്ച പദ്ധതി ഏതാണ്? നമസ്തേ പദ്ധതി. ഏതാണ്? നമസ്തേ പദ്ധതി. 16ാമത്തെ ചോദ്യം, തുർക്കി പ്രദക്ഷിണം എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് പോൾ സക്കറിയയാണ്. അപ്പോൾ തുർക്കി പ്രദക്ഷിണം എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് ആരാണ് തുർക്കി പ്രദക്ഷിണം എഴുതിയത്? അത് പോൾ സക്കറിയയാണ്. 17ാമത്തെ ചോദ്യം, 2027 ഫിഫ വനിതാ വേൾഡ് കപ്പ് മത്സരവേദി ബ്രസീലാണ്. ഇപ്പോൾ 2027 ഫിഫ വനിതാ വേൾഡ് കപ്പ് മത്സരവേദി എവിടെയാണ്? അത് ബ്രസീലാണ്. 2027 വേദികൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ 2027 ഫിഫ വനിതാ വേൾഡ് കപ്പ് മത്സരവേദി എവിടെയാണ്? ബ്രസീലിലാണ്. 18ാമത്തെ ചോദ്യം, നോർവേയുടെ ഉന്നത ബഹുമതിയായ ഹോൾബർഗ് പുരസ്കാരത്തിന് അർഹയായ ഇന്ത്യക്കാരിയായ സാഹിത്യ നിരൂപക. ചോദ്യം ഒന്നുകൂടി, നോർവേയുടെ ഉന്നത ബഹുമതിയായ ഹോൾബർഗ് പുരസ്കാരത്തിന് അർഹയായ ഇന്ത്യക്കാരിയായ സാഹിത്യ നിരൂപക ആര്? ഗായത്രി ചക്രവർത്തി സ്പിക്വാക്കാണ്. അപ്പോൾ നോർവേയുടെ ഉന്നത ബഹുമതിയായ ഹോൾബർഗ് പുരസ്കാരത്തിന് അർഹയായ ഇന്ത്യക്കാരി ആരാണ്? ഗായത്രി ചക്രവർത്തി സ്പിക്വാക്ക്. അടുത്ത് 19ാമത്തെ ചോദ്യം, സമീപകാലത്ത് ഇന്ത്യൻ കരസേന വിജയ് ദുർഗ് എന്ന പേര് മാറ്റിയ ഫോർട്ട് വില്യം എവിടെ സ്ഥിതി ചെയ്യുന്നു? എവിടെയാണ്? കൊൽക്കത്തയിലാണ്. സമീപകാലത്ത് നമ്മുടെ ഇന്ത്യൻ ആർമി വിജയദുർഗ് എന്ന ഫോർട്ട് വില്യം എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് എന്ത് ചെയ്തു? വിജയദുർഗ് എന്ന പേര് മാറ്റി. അതെവിടെയാണ്? അത് കൊൽക്കത്തയിലാണ്. അപ്പോൾ സമീപകാലത്ത് ഇന്ത്യൻ കരസേന വിജയ് ദുർഗ് എന്ന് പേര് മാറ്റിയ ഫോർട്ട് വില്യം എവിടെയാണ്? അത് കൊൽക്കത്തയാണ്. അടുത്ത്, കേരള സർവകലാശാല സസ്യശാസ്ത്ര വിഭാഗം ഗവേഷകർ നടത്തിയ പുതിയ ഇനം
കണ്ടെത്തിയ പുതിയ ഇനം ബാക്ടീരിയ ഏതാണ്? എക്സിക്കോബാക്ടീരിയം അബ്രഹാമിയാണ്. അപ്പോൾ കേരള സർവകലാശാല സസ്യശാസ്ത്ര വിഭാഗം ഗവേഷകർ കണ്ടെത്തിയ, തെറ്റാണ് നടത്തിയല്ല, കണ്ടെത്തിയ പുതിയ ബാക്ടീരിയം ഏതാണ്? എക്സിക്കോബാക്ടീരിയം അബ്രഹാമി. ആ ഒരു അബ്രഹാമി ഓർത്ത് വച്ചിരുന്നാൽ മതി. അപ്പോൾ കേരള സർവകലാശാല സസ്യശാസ്ത്ര വിഭാഗം ഗവേഷകർ കണ്ടെത്തിയ പുതിയ ബാക്ടീരിയ എക്സിക്കോബാക്ടീരിയം അബ്രഹാമി. അടുത്ത 21ാമത്തെ ചോദ്യം. പഠനത്തിൽ മുന്നിൽ നിൽക്കുന്ന നിർധനരായ വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തിന് അവസരമൊരുക്കുവാൻ കെയർ ആൻഡ് ഷെയർ ഇൻ്റർനാഷണൽ ആവിഷ്കരിച്ച പദ്ധതി. അത് വിദ്യാമൃതമാണ്. അപ്പോൾ പഠനത്തിൽ മുന്നിൽ നിൽക്കുന്ന നിർധനരായ വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തിന് അവസരമൊരുക്കുവാൻ കെയർ ആൻഡ് ഷെയർ ഇൻ്റർനാഷണൽ ആവിഷ്കരിച്ച പദ്ധതി. അത് വിദ്യാമൃതമാണ്. അടുത്ത 22ാമത്തെ ചോദ്യം. 2025 ജൂണിൽ നടന്ന നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ വിജയിച്ചത്, നമുക്കറിയാം, ആര്യാടൻ ഷൗക്കത്താണ്. 2025 നടന്ന നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ വിജയിച്ച ആരാണ്? ആര്യാടൻ ഷൗക്കത്താണ്. ആരാണ്? ആര്യാടൻ ഷൗക്കത്ത്. അടുത്ത 23ാമത്തെ ചോദ്യം. അന്തകവള്ളികൾ എന്ന നോവൽ രചിച്ചത് ആരാണ്? അത് സേതുവാണ്. അപ്പോൾ അന്തകവള്ളികൾ എന്ന നോവൽ ആരുടെയാണ്? അത് സേതുവിൻ്റെ നോവലാണ്. ഇത് അന്തകവള്ളികൾ. അപ്പോൾ അന്തകവള്ളികൾ എന്ന നോവൽ ആരുടെയാണ്? സേതുവിൻ്റെയാണ്. 24ാമത്തെ ചോദ്യം. വിദേശത്ത് 150 വിക്കറ്റ് നേടുന്ന ആദ്യ ഏഷ്യൻ ബൗളർ നമ്മുടെ ജസ്പ്രീത് ബുംറയാണ്. അപ്പോൾ വിദേശത്ത് 150 വിക്കറ്റ് നേടുന്ന ആദ്യ ഏഷ്യൻ ബൗളർ ആരാണ്? ജസ്പ്രീത് ബുംറയാണ്. അപ്പോൾ വിദേശത്ത് 150 വിക്കറ്റ് നേടുന്ന ആദ്യ ഏഷ്യൻ ബൗളർ ആരാണ്? ജസ്പ്രീത് ബുംറയാണ്. അടുത്ത 25ാമത്തെ ചോദ്യം. യാത്രക്കാരെ വഹിച്ച് വിജയകരമായി പറന്ന ലോകത്തിലെ ആദ്യത്തെ വൈദ്യുത വിമാനമേത്? ഓൾ ഇലക്ട്രിക് വൈദ്യുത വിമാനം ഏതാണ്? അലിയ CX 300 ആണ്. അപ്പോൾ യാത്രക്കാരെയും കൊണ്ട് വിജയകരമായിട്ട് പറന്ന ലോകത്തിലെ ആദ്യത്തെ വൈദ്യുത വിമാനം ഏതാണ്? അലിയ CX 300. അലിയ CX 300. അടുത്ത 26ാമത്തെ ചോദ്യം. ഇറാൻ ഇസ്രായേൽ സംഘർഷങ്ങൾക്കിടയിൽ ഇന്ത്യക്കാരെ സുരക്ഷിതമായി ഇന്ത്യയിലെത്തിക്കുവാൻ ഇന്ത്യൻ സർക്കാർ ആരംഭിച്ച ഓപ്പറേഷൻ, അത് നമ്മളെ വലിയൊരു ന്യൂസായിരുന്നു. നമ്മുടെ ഇറാൻ്റെ ആ ഒരു എയർബേസ് ഒക്കെ തുറന്നു കൊടുത്തത് ഏതാണ്? ഓപ്പറേഷൻ സിന്ധു ആണ്. സിന്ദൂർ അല്ല, ഓപ്പറേഷൻ സിന്ധു ആണ്. അപ്പോൾ ഇറാൻ ഇസ്രായേൽ സംഘർഷങ്ങൾക്കിടയിൽ ഇന്ത്യക്കാരെ സുരക്ഷിതമായിട്ട് ഇന്ത്യയിലെത്തിക്കുവാൻ ഇന്ത്യൻ സർക്കാർ ആരംഭിച്ച ഓപ്പറേഷൻ ഏതാണ്? ഓപ്പറേഷൻ സിന്ധു ആണ്. ഏതാണ്? ഓപ്പറേഷൻ സിന്ധു. അടുത്ത 27ാമത്തെ ചോദ്യം. യൂറോപ്പിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ മൗണ്ട് എൽബ്രസ് കീഴടക്കിയ ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പർവ്വത ആരോഹകൻ. ചോദ്യം ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം. യൂറോപ്പിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് മൗണ്ട് എൽബ്രസ്. അത് കീഴടക്കിയ ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പർവ്വത ആരോഹകൻ തേഗ്ബീർ സിംഗ് ആണ്. അപ്പോൾ യൂറോപ്പിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് മൗണ്ട് എൽബ്രസ്. ആ ഒരു മൗണ്ട് എൽബ്രസ് കീഴടക്കിയ ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പർവ്വത ആരോഹകൻ അതാരാണ്? അത് തേഗ്ബീർ സിംഗ് ആണ്. അടുത്ത 28ാമത്തെ ചോദ്യം. മ്യൂൾ ബാങ്ക് അക്കൗണ്ടുകൾ ഉൾപ്പെടുന്ന സൈബർ കുറ്റകൃത്യങ്ങൾ തടയുന്നതിനായി CBI ആരംഭിച്ച ഓപ്പറേഷൻ. ചോദ്യം ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം. മ്യൂൾ ബാങ്ക് അക്കൗണ്ടുകൾ ഉൾപ്പെടുന്ന സൈബർ കുറ്റകൃത്യങ്ങൾ തടയുന്നതിനായിട്ട് സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ ആരംഭിച്ച ഓപ്പറേഷൻ ഏതാണ്? ഓപ്പറേഷൻ ചക്ര 5 ആണ്. അപ്പോൾ മ്യൂൾ ബാങ്ക് അക്കൗണ്ടുകൾ ഉൾപ്പെടുന്ന സൈബർ കുറ്റകൃത്യങ്ങൾ തടയുന്നതിനായി നമ്മുടെ CBI ആരംഭിച്ച ഓപ്പറേഷൻ ഏതാണ്? ഓപ്പറേഷൻ ചക്ര 5 ആണ്. അടുത്ത 29ാമത്തെ ചോദ്യം. രാജ്യത്തെ ഏറ്റവും മികച്ച ദേശീയോദ്യാനത്തിനുള്ള പുരസ്കാരം ലഭിച്ച കേരളത്തിലെ ദേശീയോദ്യാനം ഏത്? നമ്മുടെ ഇരവികുളം ദേശീയോദ്യാനമാണ്. അപ്പോൾ രാജ്യത്തെ ഏറ്റവും മികച്ച ദേശീയോദ്യാനത്തിനുള്ള പുരസ്കാരം ലഭിച്ച കേരളത്തിലെ ദേശീയോദ്യാനം ഏതാണ്? അത് ഇരവികുളം ദേശീയോദ്യാനമാണ്. ഇരവികുളം ദേശീയോദ്യാനം എവിടെയാണ്? ഇടുക്കിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഈ വീഡിയോയിലെ ലാസ്റ്റ് ചോദ്യമാണ്. മലയാള സാഹിത്യ വിഭാഗത്തിൽ 2025 കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ യുവാ പുരസ്കാരത്തിന് അർഹനായ സാഹിത്യകാരൻ അഖിൽ P. ധർമ്മജനാണ്. അപ്പോൾ നമ്മുടെ മലയാള സാഹിത്യ വിഭാഗത്തിൽ 2025 കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ യുവാ പുരസ്കാരത്തിന് അർഹനായ സാഹിത്യകാരൻ ആരാണ്? അഖിൽ P. ധർമ്മജനാണ്.
അഖിൽ പി ധർമ്മജൻ നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ മലയാള സാഹിത്യ വിഭാഗത്തിൽ 2025 കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ യുവാ പുരസ്കാരത്തിന് അർഹനായ സാഹിത്യകാരനാരാണ്? അഖിൽ പി ധർമ്മജനാണ്. അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതി ഏതാണെന്ന് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ എന്ത് ചെയ്യാം, നമ്മൾ ഇന്ന് പറഞ്ഞ ചോദ്യങ്ങൾ എന്ത് ചെയ്യാം, നമുക്ക് റിവൈസ് ചെയ്തിട്ട് ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കാം. ഇത്രയും ഓക്കെ ആണെന്ന് കരുതുന്നു. അപ്പോൾ നമ്മൾ ഒന്നാമത് പറഞ്ഞ ചോദ്യം, 2025 ജൂലൈയിൽ കമ്മീഷൻ ചെയ്ത നാവികസേനയുടെ പുതിയ യുദ്ധക്കപ്പൽ INS തമാലാണ്. രണ്ടാമത്തെ ചോദ്യം, ആണവ കേന്ദ്രങ്ങളിൽ US നടത്തിയ ആക്രമണത്തിന് തിരിച്ചടിയായി ഇറാൻ പശ്ചിമേഷ്യയിലെ US താവളങ്ങൾ ലക്ഷ്യമിട്ട് നടത്തിയ ഓപ്പറേഷൻ ബഷാറത്ത് അൽ-ഫത്ത. 2025 ജൂണിൽ ICC ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ വിജയികളായത് ദക്ഷിണാഫ്രിക്കയാണ്. ലണ്ടനിൽ നടന്ന ഇന്ത്യ ഗ്ലോബൽ ഫോറം 2025 പ്രഥമ IGF ആർച്ചർ അമിഷ് സ്റ്റോറി ടെല്ലേഴ്സ് അവാർഡിന് അർഹയായത് ശാലിനി മുള്ളിക്കാണ്. ജലക്ഷാമമുള്ള പ്രദേശങ്ങളിൽ ടാങ്കറുകളിൽ കുടിവെള്ളം എത്തിക്കുന്നതിലെ അമിത നിരക്കും മറിച്ച് വിൽപ്പനയും തടയാൻ ലക്ഷ്യമിട്ടുള്ള പദ്ധതി ഏതാണ്? സുലഭം. 2025 നടന്ന പ്രഥമ ഖോ ലോകകപ്പിൽ ഇടം നേടിയ മലയാളി B നിഖിലാണ്. അനിൽ അംബാനിയുടെ ഉടമസ്ഥതയിലുള്ള റിലയൻസ് ഇൻഫ്രാസ്ട്രക്ചറുമായി സഹകരിച്ച് ഫ്രാൻസിലെ ദസോ ഏവിയേഷൻ ഇന്ത്യയിൽ ധാരണയായ ബിസിനസ് ജെറ്റുകൾ ഏതാണ്? ഫാൽക്കൺ 2000 സീരീസാണ്. ഇറാൻ്റെ ആക്രമണം പ്രതിരോധിക്കുവാൻ ഇസ്രായേൽ വികസിപ്പിച്ച പുതിയ മിസൈൽ പ്രതിരോധ സംവിധാനം ലൈറ്റ്നിങ് ഷീൽഡാണ്. അടുത്തിടെ ശക്തമായ സ്ഫോടനമുണ്ടായ സിഗാച്ചി ഫാർമ കമ്പനി സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? അത് തെലങ്കാനയാണ്. ലോകാരോഗ്യ സംഘടന മലേറിയ മുക്തമായി പ്രഖ്യാപിച്ച ആമസോൺ മേഖലയിലെ ആദ്യ രാജ്യം അത് സുരിനാമാണ്. ദരിദ്രരായ സ്ത്രീകൾക്ക് പ്രതിമാസം 2500 രൂപ ധനസഹായം നൽകുന്നതിന് ലക്ഷ്യമിട്ടുള്ള മഹിളാ സമൃദ്ധി യോജന ആരംഭിച്ച സംസ്ഥാനം അത് ന്യൂഡൽഹിയാണ്. ഹരിതഗൃഹവാതകങ്ങളും ആഗോള ജലചക്രവും നിരീക്ഷിക്കുന്നതിന് വികസിപ്പിച്ചെടുത്ത ഉപഗ്രഹമായ GOSAT GW വികസിപ്പിച്ച രാജ്യം അത് ജപ്പാനാണ്. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ആധുനിക ഡ്രോൺ രുദ്രാസ്ത. 2025 നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ നമ്മുടെ നാറ്റോയുടെ ഉച്ചകോടിക്ക് വേദിയായത് എവിടെയാണ്? ഹേഗ്, നെതർലൻഡ്. ഏതൊക്കെ 2 മന്ത്രാലയങ്ങളാണ് നമസ്തേ പദ്ധതി ആരംഭിച്ചത്? സാമൂഹിക നീതി ശാക്തീകരണ മന്ത്രാലയവും ഭവന നഗരകാര്യ മന്ത്രാലയവും. തുർക്കി പ്രദക്ഷിണം എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് പോൾ സക്കറിയ. 2027 ഫിഫ വനിതാ വേൾഡ് കപ്പ് മത്സരത്തിൻ്റെ വേദി ബ്രസീലാണ്. നോർവേയുടെ ഉന്നത ബഹുമതിയായ ഹോൾബർഗ് പുരസ്കാരത്തിന് അർഹയായ ഇന്ത്യക്കാരിയായ സാഹിത്യ നിരൂപക ഗായത്രി ചക്രവർത്തി സ്പീവാക്കാണ്. സമീപകാലത്ത് ഇന്ത്യൻ കരസേന വിജയ് ദുർഗ് എന്ന പേര് മാറ്റിയ ഫോർട്ട് വില്യം സ്ഥിതി ചെയ്യുന്നത് അത് കൊൽക്കത്തയിലാണ്. കേരള സർവകലാശാല സസ്യശാസ്ത്ര വിഭാഗം ഗവേഷകർ കണ്ടെത്തിയ പുതിയ ബാക്ടീരിയമാണ് എക്സിക്കോബാക്ടീരിയം അബ്രഹാമി. പഠനത്തിന് മുന്നിൽ നിൽക്കുന്ന നിർധനരായ വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തിന് അവസരം ഒരുക്കുവാൻ കെയർ ആൻഡ് ഷെയർ ഇൻ്റർനാഷണൽ ആവിഷ്കരിച്ച പദ്ധതിയാണ് വിദ്യാമൃതം. 2025 ജൂണിൽ നടന്ന നിലമ്പൂർ ഉപതിരഞ്ഞെടുപ്പിൽ വിജയിച്ചത് ആര്യാടൻ ഷൗക്കത്താണ്. അന്തകവള്ളികൾ എന്ന നോവൽ രചിച്ചത് അത് സേതുവാണ്. വിദേശത്ത് 150 വിക്കറ്റ് നേടുന്ന ആദ്യ ഏഷ്യൻ ബൗളർ ജസ്പ്രീത് ബുംറയാണ്. യാത്രക്കാരെ വഹിച്ച് വിജയകരമായി പറന്ന ലോകത്തിലെ ആദ്യത്തെ വൈദ്യുത വിമാനം അലിയ CX-300 ആണ്. ഇറാൻ ഇസ്രായേൽ സംഘർഷങ്ങൾക്കിടയിൽ ഇന്ത്യക്കാരെ സുരക്ഷിതമായി ഇന്ത്യയിലെത്തിക്കുവാൻ ഇന്ത്യൻ സർക്കാർ ആരംഭിച്ച ഓപ്പറേഷൻ സിന്ധുവാണ്. യൂറോപ്പിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ മൗണ്ട് എൽബ്രസ് കീഴടക്കിയ ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പർവ്വത ആരോഹകനാണ് തെഗ്ബീർ സിംഗ്. മ്യൂൾ ബാങ്ക് അക്കൗണ്ടുകൾ ഉൾപ്പെടുന്ന സൈബർ കുറ്റകൃത്യങ്ങൾ തടയുന്നതിനായി സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ ആരംഭിച്ച ഓപ്പറേഷൻ ചക്ര 5 ആണ്. രാജ്യത്തെ ഏറ്റവും മികച്ച ദേശീയോദ്യാനത്തിനുള്ള പുരസ്കാരം ലഭിച്ച കേരളത്തിലെ ദേശീയോദ്യാനം അത് ഇരവികുളം ദേശീയോദ്യാനമാണ്. മലയാള സാഹിത്യ വിഭാഗത്തിൽ 2025 കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ യുവാ പുരസ്കാരത്തിന് അർഹനായ സാഹിത്യകാരൻ അത് അഖിൽ പി ധർമ്മജനാണ്.
അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് എന്ത് ചെയ്തത് നമ്മൾ ഈ വീഡിയോയിൽ നോക്കിയത്. അപ്പോൾ ഈ വീഡിയോയിൽ എന്തെങ്കിലും നിങ്ങൾക്ക് സജഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ ആണല്ലോ? ഓക്കെ.